പ്രൈസ് ദ ലോർഡ്. ഞാൻ വീണ്ടും കർത്താവിനെ നന്ദി കരയേറ്റുന്നു. നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ നമ്മൾ കർത്താവ് പരിശുദ്ധാത്മാവിനെ പരിചയപ്പെടുത്തുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. ഒന്നാമത് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്നത് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത് ഒന്ന്, ദൈവത്തിൻ്റെ വചനം. ആ വചനം നമ്മൾ അനുസരിക്കണം. ആ വചനം അനുസരിക്കുമ്പോൾ ശരിക്കും വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയുള്ള ഒരു ജീവിതമാണ് ദൈവം ഇച്ഛിക്കുന്നത്. ഇറ്റ് ഈസ് ദ ഹോളി സ്ക്രിപ്ചർ ടെൽസ് അബൌട്ട് ഹോളി ലൈഫ്. വിശുദ്ധ തിരുവചനം വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തുന്നു. എന്നാൽ അതേസമയം ആ വിശുദ്ധ ജീവിതം ജീവിക്കാൻ നമുക്ക് സ്വന്തം ശക്തി കൊണ്ട് കഴിയില്ല. അതിനാണ് നമുക്ക് ഹോളി സ്പിരിറ്റ് നൽകിയിരിക്കുന്നത്. So the Holy Scripture tells you what is holy life, and the Holy Spirit help you to live that holy life. അതാണ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ പ്രധാനമായും കണ്ട ഒരു കാര്യം. നമുക്ക് ശക്തി പകരുന്നു എന്ന് തന്നെയല്ല, നമ്മളെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സകല സത്യത്തിലും വഴി നടത്തും എന്നാണ് കാണുന്നത്. സകല സത്യത്തിലും അവൻ വഴി നടത്തും. അതിനെക്കുറിച്ച് നമുക്ക് സമയം അനുസരിച്ച് പിന്നെ നമുക്ക് പറയാം. എന്നാൽ അടിസ്ഥാനപരമായി പരിശുദ്ധാത്മാവിൻ്റെ ജോലി എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മളെ ഉപദേശിച്ച് തരുന്നു എന്നുള്ളതാണ്. അത് നടക്കുന്നത് ആത്മാവിലാണ്. ഉപദേശിച്ച് തരിക എന്ന് പറഞ്ഞ് വചനം, ബൈബിൾ നമുക്ക് ആർക്ക് വേണമെങ്കിലും വായിക്കാം. അത് വിശ്വാസിക്കും വായിക്കാം, അവിശ്വാസിക്കും വായിക്കാം. പക്ഷേ ഈ ഹോളി സ്പിരിറ്റ് ഇടപെടുന്നത് നമ്മുടെ സ്പിരിറ്റിലാണ്. ഇറ്റ് ഈസ് ഇൻ അവർ സ്പിരിറ്റ്. അത് ഇടപെടണമെങ്കിൽ നമ്മുടെ സ്പിരിറ്റ് ആക്റ്റീവ് ആയിരുന്നാലേ പറ്റുള്ളൂ. പരിശുദ്ധാത്മാവിന് നമ്മളോട് സംസാരിക്കണമെങ്കിൽ നമ്മുടെ ആത്മാവ് ആക്റ്റീവ് ആയിരിക്കണം. ഒരു ആത്മാവിൽ മരിച്ച ഒരു വ്യക്തിക്ക് ഒരിക്കലും പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കുവാൻ കഴിയുകയില്ല. പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കാൻ നമുക്ക് കഴിയും, പക്ഷെ നമ്മൾ കേൾക്കുന്നത് നമ്മുടെ ചെവിയിലല്ല. നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ വേറൊരു കാര്യമുണ്ട്. അതിനൊക്കെ അപ്പുറത്ത് ബുദ്ധി എല്ലാവരുടെയും പ്രവർത്തിക്കുന്നുണ്ട്. ആത്മീയരുടെയും അല്ലാത്തവരുടെയും ബുദ്ധി പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ശരിക്കും ആത്മാവ് നമ്മളോട് ഇടപെടുന്നത് നമ്മുടെ ആത്മാവിൻ്റെ തലത്തിലാണ്. അതുകൊണ്ട് നമ്മുടെ ആത്മാവ് സജീവമായിരിക്കണം. അതാണ് നമ്മൾ ഓർക്കേണ്ടതായ ഒരു കാര്യം. നമ്മുടെ ആത്മാവ് സജീവമായിരിക്കണം. പരിശുദ്ധാത്മാവ് ഒരു ആക്റ്റീവ് വ്യക്തിയാണ്. വെറും ഒരു വ്യക്തിയാണ് എന്നുള്ളതിനേക്കാൾ ഉപരി പരിശുദ്ധാത്മാവ് എപ്പോഴും ആക്റ്റീവാണ്. പ്രവർത്തന നിരതനായ ആത്മാവ്. അതൊരു വലിയൊരു കാര്യമാണ്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പ്രവർത്തന നിരതനായ ആത്മാവ്. വേദപുസ്തകത്തിൻ്റെ ആദ്യ അധ്യായത്തിൽ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായിരുന്നു. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ചിലരുടെയൊക്കെ ചിന്ത, പഴയ നിയമത്തിൽ പിതാവായ ദൈവം പ്രവർത്തിച്ചു, പുതിയ നിയമത്തിൽ വന്നപ്പോൾ യേശു, പിന്നെ യേശു ഭൂമിയിൽ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞപ്പം പിന്നെ ആരെങ്കിലും വേണമല്ലോ, അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ തന്നു, ഇപ്പം പരിശുദ്ധാത്മാവ് എന്ന് ചിന്തിക്കുന്ന അവസ്ഥ അല്ല. ഒരു പക്ഷേ നമ്മൾ നമ്മുടെ പരിമിതമായ ബുദ്ധിയിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കാം മനസ്സിലാക്കുന്നത്. അത് ദൈവം ക്ഷമിക്കാത്ത പാവമൊന്നുമല്ല. പക്ഷേ സത്യം എന്താണ്? ഹോളി സ്പിരിറ്റിൻ്റെ ആ പ്രവൃത്തി നമ്മൾ ഇന്നും ഇന്നലെയും അല്ല കാണുന്നത്. സൃഷ്ടിയുടെ സമയത്ത് തന്നെ നമ്മൾ കാണുന്നുണ്ട്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു.
അവിടെ ദൈവം എന്ന് പറയുന്നത് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബഹുവചനമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എലോഹിം ഒരു ബഹുവചനം. അതായത് ഈ സൃഷ്ടിയിൽ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയുള്ള ഒരു കാര്യമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ ദൈവത്തെ നമ്മൾ അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ആത്മാവ് സജീവമായിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു. ആത്മാവ് സജീവമാവുക എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് തന്നെ നമ്മളൊന്ന് ആലോചിക്കുക. ഞാൻ അങ്ങനെയുള്ള ചില കാര്യങ്ങളോട് നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കണമല്ലോ. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ നമുക്കറിയാം, മനുഷ്യനെ ദൈവം ആറാമത്തെ ദിവസം ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നു. 2-ാം അധ്യായത്തിൽ, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ യഹോവയായ ദൈവം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ, യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അപ്പോൾ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കണം, മനുഷ്യനിൽ 3 ഘടകങ്ങളുണ്ട്. 1, നമുക്കൊരു ദേഹമുണ്ട്. 2, നമുക്കൊരു ദേഹിയുണ്ട്. 3, നമുക്കൊരു ആത്മാവുണ്ട്. ഇതിൽ ദേഹം സജീവമാണ്. നമ്മൾ ആഹാരം കഴിക്കുന്നു, മറ്റുള്ള കാര്യങ്ങളെല്ലാം സജീവമാണ്. എപ്പോഴും ദേഹം സജീവമാണ്. ദേഹി എന്ന് പറയുന്നത് നമ്മുടെ ദേഹത്തിൻ്റെ പ്രവൃത്തി മാത്രമല്ല, നമ്മുടെ ബുദ്ധി, നമ്മുടെ ഇൻ്റലിജൻസ്, അതുപോലെ വൊളീഷൻ എന്ന് നമ്മൾ പറയും, തീരുമാനശക്തി, ഇതെല്ലാം ദേഹിയിലുള്ള കാര്യങ്ങളാണ്. ദേഹി. അപ്പോൾ ദേഹവും ദേഹിയും എല്ലാ മനുഷ്യരിലും പ്രകടമാണ്. പക്ഷേ മനുഷ്യനിൽ 3-മതൊരു ഘടകമുണ്ട്. ആ ഘടകം എന്ന് പറയുന്നത് സ്പിരിറ്റാണ്, ആത്മാവ്. ഈ ആത്മാവ് ബന്ധപ്പെട്ടിരിക്കുന്നത് ദൈവവുമായാണ്. ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ ആത്മാവിലൂടെയാണ്. അതായത് നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. ഹി ബ്രീത്ത്ഡ് ഇൻടു ഹിസ് നോസ്ട്രിൽസ് ദ ബ്രത്ത് ഓഫ് ലൈഫ്. ജീവശ്വാസം അവൻ്റെ മൂക്കിൽ ഊതി. മറ്റു മൃഗങ്ങളെയൊക്കെ കർത്താവ് ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു, ഉണ്ടായി. അവർക്കും ഉണ്ട് ദേഹം. അവർക്കും ദേഹമുണ്ട്, ശരീരമുണ്ട്. മറ്റു മൃഗങ്ങൾക്കെല്ലാം ഉണ്ട്. എന്നാൽ ഈ മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന വാക്യം തന്നെ ശരിക്കും നമ്മൾ പറഞ്ഞാൽ, നമ്മൾ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ലെറ്റ് us മേക്ക് മാൻ ഇൻ അവർ ഓൺ ഇമേജ് ആൻഡ് ലൈക്ക്നെസ്. നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുക. 1-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിലാണ് ഇതിലും ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറയും. 27-ാം വാക്യത്തിൽ ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ഇൻ അവർ ഓൺ ഇമേജ് ആൻഡ് ലൈക്ക്നെസ്. അവർ എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ബഹുവചനമാണ്. സൃഷ്ടിയിൽ തന്നെ ദൈവത്തിൻ്റെ പിതാവായ ദൈവവും പുത്രനായ യേശു വചനവും ആത്മാവും പ്രവർത്തിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള അടിസ്ഥാന വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കയ്യും കാലും ഒന്നുമല്ല, അതൊക്കെ എല്ലാവർക്കും ഉണ്ട്. മനുഷ്യന് 2 കൈയുണ്ട്. ചിലപ്പോൾ ആളുകൾ പറയും ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. എന്താ, ദൈവത്തിന് 2 കൈയുണ്ട്, നമുക്കും 2 കൈയുണ്ട്. ദൈവത്തിന് 2 കണ്ണുണ്ട്, നമുക്കും 2 കണ്ണുണ്ട്. അതല്ല സ്വരൂപം. ഇതെല്ലാം മൃഗങ്ങൾക്കും ഉണ്ട്. കുരങ്ങനും ഉണ്ട് 2 കണ്ണും,
നാക്കും 2 കൈയും 2 കാലും എല്ലാം ഉണ്ട്. അതല്ല ദൈവത്തിൻ്റെ സ്വരൂപം. ദൈവത്തിൻ്റെ സ്വരൂപം എന്ന് പറയുന്നത് ഗാഡ് ഈസ് സ്പിരിറ്റ്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കർത്താവ് ശമരിയാക്കാരി സ്ത്രീയോട് സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു വാചകമുണ്ട്. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ സത്യത്തിലും ആത്മാവിലും അവനെ നമസ്കരിക്കണം. ഗാഡ് ഈസ് സ്പിരിറ്റ്. ദൈവം ആത്മാവാകുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗാഡ് ഈസ് സ്പിരിറ്റ്. അപ്പോൾ ആ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വെറും ശരീരവും ബുദ്ധിയും വെച്ച് മനുഷ്യനെ സൃഷ്ടിച്ചെന്നല്ല. അവനെ സൃഷ്ടിച്ചപ്പോൾ അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി എന്ന് പറയുന്നത് അവനിലേക്ക് ദൈവം ആത്മാവിനെ പകർന്നു കൊടുത്തു എന്ന അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുന്നത്. ആത്മാവിനെ പകർന്നു കൊടുത്തു. അപ്പോൾ അങ്ങനെ ആത്മാവിനെ പകർന്ന് കിട്ടുന്ന, അപ്പോൾ മനുഷ്യനിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. Man is not just a physical being. He's a physical being, but basically he is created in the image and likeness of God. ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അതായത് മനുഷ്യനൊരു ശരീരമുണ്ടെങ്കിലും അവൻ ആത്മജീവിയാണ്, ശരീരമുള്ള ഒരു ആത്മജീവിയാണ്. അങ്ങനെ ഒരു ആത്മജീവിയായതുകൊണ്ട് ആത്മാവാകുന്ന ദൈവത്തിന് മനുഷ്യനോട് കമ്മ്യൂണിയൻ ഉണ്ടാക്കാമായിരുന്നു. സംസർഗം, വെറും സംസാരമല്ല, സംസർഗം, കമ്മ്യൂണിയൻ. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് കമ്മ്യൂണിക്കേഷൻ. ദൈവം എല്ലാവരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, പാപം ചെയ്ത മനുഷ്യനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ സംസർഗം, കാരണം അവനിലെ ആത്മാവ് സജീവമായിരുന്നു. ഇറ്റ് വാസ് ആക്റ്റീവ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഹി ഹാഡ് എ ബോഡി, പിന്നെ ബുദ്ധിയും ഇച്ഛാശക്തിയും ഒക്കെ ദൈവം അവന് കൊടുത്തു. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് സോൾ, ദേഹി. എന്നാൽ ആത്മാവെന്ന് പറയുന്നത് ദേഹി അല്ല. അതിനപ്പുറത്ത് ദൈവത്തിൻ്റെ ഭാഗമായി ദൈവം മനുഷ്യനിലേക്ക് പകർന്നു കൊടുത്ത ആ ദൈവത്തിൻ്റെ ഘടകമാണ് ആത്മാവ് എന്ന് പറയുന്നത്. എന്തിനാ അങ്ങനെ കൊടുത്തത്? കാരണം ദൈവത്തിന് മനുഷ്യനോട് കമ്മ്യൂണിയൻ വേണമായിരുന്നു, സംസർഗം. അതിനാ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. പക്ഷേ മൃഗങ്ങളോട് ദൈവത്തിന് സംസാരിക്കാം, പക്ഷേ സംസർഗം പറ്റത്തില്ല, കമ്മ്യൂണിയൻ. അപ്പോൾ മനുഷ്യനിലെ ആത്മാവ്, ആ ആത്മാവ് സജീവമായിരുന്നു. അപ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത്? ദൈവം ദൈവാത്മാവ്, ആത്മാവാകുന്ന ദൈവം മനുഷ്യനിലെ ആത്മാവിനോട് സംവദിക്കുന്നു, സംസാരിക്കുന്നു. അങ്ങനെ ആ സംസർഗത്തിൽ നിന്ന് മനുഷ്യൻ പ്രാപിക്കുന്നത് അവൻ്റെ ദേഹിയിലേക്ക് അവൻ ഇറക്കിക്കൊണ്ടിരുന്നു, ബുദ്ധിയിലേക്ക്, ബുദ്ധിയിൽ നിന്ന് ശരീരത്തിലേക്ക്. അപ്പോൾ അടിസ്ഥാനപരമായി മുകളിലേത് ആത്മാവാണ്, സ്പിരിറ്റാണ്. അതും ദൈവ സംസർഗമുള്ള ആത്മാവ്. ആ ദൈവ സംസർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ഇച്ഛ എന്താണോ, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണോ, ദൈവത്തിൻ്റെ ഹൃദയം എന്താണോ, ഇതൊക്കെ ആദി മനുഷ്യൻ അറിഞ്ഞു. വലിയ സംസർഗമുണ്ട്. അവിടെ നിന്ന് ആ ദൈവബന്ധം അവൻ അവൻ്റെ ദേഹിയിലേക്ക് ഇറക്കി കൊണ്ടുവരുന്നു. ദേഹിയാണ് പിന്നെ ശരീരത്തിന് കമാൻഡ്മെന്റ്സ് ഒക്കെ കൊടുക്കുന്നത്. ആത്മാവ്, ദേഹി, ദേഹം.
എന്നാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ചുരുക്കി അങ്ങ് പറയാം, നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്, ഒന്നുകൂടെ അങ്ങ് പറയുന്നെന്നുള്ളതേ ഉള്ളൂ. ഞാൻ നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് എൻ്റെ ആത്മാവിലാണ്, നീ എനിക്ക് ജീവനുള്ളവനാണ്. യു ആർ എലൈവ് ടു മീ. മൃഗങ്ങളൊക്കെ ദൈവത്തോട് ആ രീതിയിൽ സംസർഗമുള്ള ജീവികളല്ല. യു ആർ എലൈവ് ടു മീ. എന്നാൽ നിനക്ക് നിന്റെ ദേഹിയിൽ തീരുമാനമെടുക്കാനുള്ള ശക്തി ഞാൻ തന്നിട്ടുണ്ട്. ഈ തീരുമാനമുള്ള ശക്തി അനുസരിച്ച് നീ ഞാനുമായുള്ള സംസർഗത്തിൽ ജീവിക്കുന്നിടത്തോളം നീ എനിക്ക് ജീവനുള്ളവനാണ്. എന്നാൽ നീ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം തിന്നാൽ അന്ന് നീ മരിക്കും. നന്മ ദൈവത്തിൽ നിന്ന് അവൻ പ്രാപിച്ചിട്ടുണ്ട്, പക്ഷെ തിന്മ അവൻ അറിഞ്ഞിട്ടില്ല. കാര്യം ദൈവത്തിന് തിന്മ അറിയില്ല. ദൈവം തിന്മ ഒരിക്കലും ചെയ്തിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. അപ്പോൾ അങ്ങനെ നന്മയുടെ ഉറവിടമായ ദൈവവുമായി സംസർഗമുണ്ടായിരുന്ന മനുഷ്യൻ, കർത്താവ് പറഞ്ഞു, ഇതിൽ നീ തിന്മയുടെ കയറ്റിയാൽ അത് നിന്റെ മരണമാണ്. അപ്പോൾ ചിലപ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട്, കർത്താവ് പറഞ്ഞു നീ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം തിന്നുന്ന നാളിൽ നീ മരിക്കും. എന്നിട്ട് മരിച്ചില്ലല്ലോ, പിന്നെയും 10,900 വർഷം ജീവിച്ചില്ലേ? നോർമൽ ക്വസ്റ്റ്യൻ. പക്ഷെ സത്യം എന്താണ്? ദൈവം പറഞ്ഞത് ഇത് നീ ചെയ്താൽ, ഒരു പഴം പറിച്ച് തിന്നുന്നതിൻ്റെ കാര്യമല്ല. നീ തിന്മ അറിഞ്ഞാൽ, നന്മ അറിയാം നിനക്ക്, ഞാനുമായുള്ള സംസർഗത്തിൽ നീ നന്മ അറിഞ്ഞിട്ടുണ്ട്. എന്നാൽ നീ തിന്മ തിരഞ്ഞെടുത്താൽ യു വിൽ ബി ഡെഡ് ഫോർ മീ. നീ എനിക്ക് മരിച്ചവനായി തീരും. നിന്റെ ആത്മാവും എൻ്റെ ആത്മാവും തമ്മിൽ പിന്നെ സംസർഗമുണ്ടാവുകയില്ല. അതാണ് ദൈവത്തിന് മരിച്ചത് എന്ന് പറഞ്ഞാലുള്ള അർത്ഥം. അങ്ങനെ ദൈവത്തിന് മരിച്ചവനായി തീരുന്ന മനുഷ്യൻ, പ്രിയമുള്ളവരെ, വാസ്തവത്തിൽ പാപം ചെയ്തപ്പോൾ സംഭവിക്കുന്നത് നമ്മൾ ദൈവത്തിന് മരിച്ചവരായി തീരുകയാണ്. അപ്പോൾ മുതൽ നമ്മുടെ ആത്മാവ് സജീവമല്ല. പുതിയ നിയമത്തിലൊക്കെ കൃത്യമായിട്ട് പല സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്, ആത്മാവിൽ മരിച്ചവരായിരുന്ന. ആത്മാവിൽ മരിച്ചവർ, ആത്മാവ് മരിച്ചവർ അഥവാ ദൈവ സംസർഗമില്ലാത്തവരായ ആളുകൾ. ആ ദൈവ സംസർഗത്തിലേക്ക് മനുഷ്യനെ മടക്കിക്കൊണ്ടുവരുവാൻ, അവൻ്റെ ആത്മാവ് സജീവമാക്കുവാനാണ് യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നത്. ആത്മാവിൽ മരിച്ചവരായിരുന്ന നമ്മെയും അവനോടുകൂടെ ജീവിപ്പിച്ചു എന്നാണ് വചനം പറയുന്നത്. അപ്പോൾ ഇപ്പോൾ വീണ്ടെടുക്കപ്പെട്ടവൻ ദൈവത്തിന് ജീവിക്കുന്നവനാണ്. പാപം ചെയ്ത് ജീവിച്ച മനുഷ്യൻ ദൈവത്തിന് മരിച്ചവനാണ്. എന്നാൽ നമ്മൾ ഇപ്പോൾ ദൈവത്തിന് ജീവിക്കുന്നവരാണ്. ദൈവത്തിന് ജീവിക്കുന്നവരായാലുള്ള ഗുണം എന്നാന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ ആത്മാവിന് ഇപ്പോൾ വീണ്ടും നമ്മുടെ ആത്മാവിനോട് സംസർഗമുണ്ടാക്കാൻ കഴിയും. അത് വലിയൊരു പ്രിവിലേജാണ്. ഈ പ്രിവിലേജ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. വീണ്ടും ജനനം പ്രാപിച്ച വ്യക്തികൾ ദൈവത്തിൻ്റെ ആത്മാവിന് സജീവമായി, അങ്ങനെ ഇപ്പോൾ
വീണ്ടും ജനിച്ച ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ ആത്മാവിനോട് സംസാരിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് അവനോടും സംസാരിക്കുകയും സംസർഗം ചെയ്യുകയും, കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, കമ്മ്യൂണിയൻ ഉണ്ട്. ഇത് വലിയൊരു പ്രിവിലേജാണ്. ഇത് നമ്മൾ അറിയുകയും അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയും വേണം. പ്രാക്ടീസ് ചെയ്യണം. ഇതൊരു ശബ്ദം കേൾക്കുന്നതൊന്നുമല്ല. ശബ്ദം കേൾക്കുന്നത് ഇപ്പം അങ്ങനെ ഈ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം ഞാൻ കേട്ടു, എന്നോട് പരിശുദ്ധാത്മാവ് വേദപുസ്തകത്തിൽ ഇല്ലാത്ത കാര്യമൊക്കെ പറഞ്ഞേച്ചു പോലും പറയും, എന്നോട് ദൈവാത്മാവ് പറഞ്ഞു അങ്ങനെയാണെന്ന് എന്നൊക്കെ ചിലർ പറഞ്ഞു കളയും. ദൈവാത്മാവ് സംസാരിക്കും, പക്ഷേ ദൈവാത്മാവ് ചെവി വന്ന് അല്ലെങ്കിൽ വലിയ മൈക്ക് വെച്ച് വലിയ ഒച്ചത്തിൽ നമ്മളോട് സംസാരിക്കുന്നതല്ല പരിശുദ്ധാത്മാവിൻ്റെ ജോലി. പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് നമ്മുടെ ആത്മാവിലാണ്. അതുകൊണ്ട് ആത്മാവ് പറഞ്ഞു എന്ന് ഓരോരുത്തർ പറഞ്ഞ് വേദപുസ്തകത്തിലെ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ അവർ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളങ്ങ് ക്ഷമിക്കുക. പക്ഷെ വേദപുസ്തകത്തിൽ ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ട് ആത്മാവ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നാലെ നമ്മൾ പോകേണ്ട കാര്യമില്ല. ആത്മാവ് സംസാരിക്കത്തില്ലെന്നല്ല, ആത്മാവ് സംസാരിക്കും. ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ആത്മാവ് സംസാരിക്കുന്നത് നമ്മുടെ ആത്മാവിനോടാണ്. വേറൊരു വ്യക്തിയോട് പറയാനും ചില കാര്യങ്ങൾ കർത്താവിൻ്റെ ആത്മാവ് നമ്മളോട് ചിലപ്പോൾ പറഞ്ഞെന്നിരിക്കും. എനിക്കൊക്കെ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് മിഷൻ ഫീൽഡിലൊക്കെ ദൈവാത്മാവ് പറയും, ഇന്ന കാര്യം അവനോട് പറ. ഒരു വ്യക്തി, ഞാൻ മിഷൻ ഫീൽഡിലെ കാര്യമാണ്, ഒരു വ്യക്തി ഭയങ്കര പാട്ടും ബഹളവും എല്ലാം ഉള്ള ഒരു വ്യക്തി. ആ വ്യക്തിയെ എല്ലാവരും ഈ പാട്ടിൻ്റെയും ബഹളത്തിൻ്റെയും ഒക്കെ കാര്യത്തിൽ അങ്ങനെ ഒത്തിരി അങ്ങ് ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. വലിയ ബഹളം ഉണ്ടാക്കുന്ന ആളാണ്, ഭയങ്കര ശബ്ദം. പക്ഷേ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ഇവൻ പാപത്തിൽ ജീവിക്കുന്നു, നീ ചെന്ന് അവനോട് അവൻ്റെ പാപത്തിൽ നിന്ന് വേർതിരിഞ്ഞ് പിന്നെ എന്നെ ആരാധിക്കുക എന്ന് പറയുക എന്ന് ദൈവാത്മാവ് പറഞ്ഞു. അങ്ങനെയൊക്കെ ചിലപ്പം ദൈവാത്മാവ് സംസാരിച്ചെന്നിരിക്കും. പക്ഷെ അതൊരു എപ്പോഴും അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് ഒരു കാര്യവും ദൈവാത്മാവ് സംസാരിക്കുകയില്ല. ദൈവാത്മാവ് സംസാരിക്കത്തില്ല. തന്നെയല്ല, ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത് മൈക്ക് വെച്ചൊന്നുമല്ല. നമ്മുടെ ആത്മാവിലാണ് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത്. ആത്മാവിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കണമെങ്കിൽ നമ്മുടെ ആത്മാവ് സജീവമായിരിക്കണം. ഞാൻ പറഞ്ഞ സജീവം എന്ന് പറയുമ്പോഴത്തേക്ക് വലിയ ബഹളം എന്നുള്ള അർത്ഥത്തിലല്ല. ദൈവത്തിൻ്റെ ശബ്ദം എൻ്റെ ആത്മാവിൽ ഞാൻ കേൾക്കേണ്ടത് ആവശ്യമാണ്. വീണ്ടും ജനിച്ചൊരു വ്യക്തിയുടെ അടുത്ത് പരിശുദ്ധാത്മാവുണ്ട്. അത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയാലേ പറ്റുള്ളൂ. ദൈവം പരിശുദ്ധാത്മാവിനെ കുറിച്ച് തന്നെ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അത് ദൈവം വെളിപ്പെടുത്തും. പക്ഷേ വെളിപ്പെടുത്തുമ്പോൾ വചനത്തിൽ പറഞ്ഞിട്ടുള്ളതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യം ദൈവം വെളിപ്പെടുത്തത്തില്ല. കാര്യം വചനം ദൈവത്തിൻ്റെയാണ്, ആത്മാവ് ദൈവത്തിൻ്റെയാണ്. ദൈവം സംസാരിച്ച വചനത്തിനെതിരായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് അതിന് വിരുദ്ധമായി സംസാരിക്കുകയില്ല എന്നുള്ളത് നമ്മൾ അറിയണം. ഈ പരിശുദ്ധാത്മാവുമായിട്ടുള്ള നല്ല ഒരു സംസർഗം, അതാണ് വീണ്ടും ജനനാനുഭവത്തിലൂടെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രിവിലേജ് എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ ആത്മാവിൽ മരിച്ചവരായിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും ജനനത്താൽ നമ്മൾ ആത്മാവിൽ ജീവിക്കുന്നവരാണ്. ഇനിയിപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കമ്മ്യൂണിനുണ്ട്. കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ അവൻ പിന്നെ എങ്ങനെ ഉപദേശിച്ചു തരുന്നത്? പക്ഷെ വചനത്തിന് വിരുദ്ധമായിട്ടൊന്നും ഉപദേശിച്ചു തരത്തില്ല. എപ്പോഴും
ഒരാൾ അങ്ങനെ പരിശുദ്ധാത്മാവ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും നമ്മൾ ചോദിക്കണം, വചനം ഇതിനെപ്പറ്റി എന്തു പറയുന്നു? അത് കേട്ടിട്ട് വേണം നമ്മുടെ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ആ വചനത്തിൽ നിന്ന് ആ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കും. വ്യക്തിപരമായി ചിലപ്പോൾ ചില കാര്യങ്ങളെക്കുറിച്ച് കർത്താവ് സംസാരിക്കും കേട്ടോ, സംസാരിക്കത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല. വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ലാത്ത കാര്യമൊന്നും കർത്താവ് സംസാരിക്കത്തില്ല എന്ന് ചോദിച്ചേക്കാം. സംസാരിക്കും, പക്ഷെ അത് പ്രസൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളിലെ നിർദ്ദേശങ്ങൾ കർത്താവ് നൽകിയെന്നിരിക്കും. ഇപ്പം കേരളത്തിലല്ല, ഇന്ത്യയിലെ പല മലയാളി ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകളുടെ ഇടയിൽ വളരെ നന്നായിട്ട് മിനിസ്ട്രി ചെയ്തുകൊണ്ടിരുന്ന എന്നോട് കർത്താവ് പറഞ്ഞു നോർത്ത് ഇന്ത്യക്ക് പോകാൻ, വടക്കേ ഇന്ത്യക്ക് പോകാൻ. അതാര് സംസാരിച്ചതാ? ദൈവമാണ് സംസാരിച്ചത്. ഞാനവിടെ പോയി, ദൈവം എൻ്റെ കൂടെ ഇരുന്നു, മിനിസ്ട്രി നടന്നു. പിന്നീട് കർത്താവിനോട് പറഞ്ഞു ആഫ്രിക്കയ്ക്ക് പോകാൻ. അത് കർത്താവ് പറഞ്ഞു കേട്ട് പോയതാ. അങ്ങനെ ദൈവം ചിലപ്പോൾ നമ്മളോട് വ്യക്തിപരമായി സംസാരിക്കും, പക്ഷേ വചനത്തിലില്ലാത്തതൊന്നും പറയത്തില്ല, വചനവിരുദ്ധമായതും പറയത്തില്ല. ചിലപ്പോൾ ഒരു സ്ഥലത്തെ മിനിസ്ട്രി നിർത്താനും കർത്താവ് പറഞ്ഞെന്നിരിക്കും, മതി നീ പോ എന്നും ഒരു പക്ഷേ കർത്താവ് പറഞ്ഞെന്നിരിക്കും. അതും കേൾക്കണം. അതുകൊണ്ടാണ് പറയുന്നത് നിരന്തരമായി ദൈവസംസർഗം നമുക്ക് ആവശ്യമുണ്ട്. അല്ലെ പോകാൻ പറയുന്ന ഞാൻ 1979 ജനുവരിയിലാണ് മരിപ്പച്ച എന്ന് പറയുന്ന ഒരു മാസിക തുടങ്ങുന്നത്. അന്നെനിക്ക് 16 വയസ്സേ ഉള്ളൂ, 16 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. 7 വർഷം ആ മാസിക വളരെ നന്നായിട്ട് ഞാൻ നടത്തി. എന്നിട്ട് കർത്താവ് എന്നോട് പറഞ്ഞു, മതി, നിനക്ക് വേറെ ശുശ്രൂഷയുണ്ട്, ഇനി മരിപ്പച്ച മാസിക നീ നിർത്തണം. ഒരു കാര്യം തുടങ്ങാൻ പറഞ്ഞാൽ തുടങ്ങാൻ എളുപ്പമാണ്, പക്ഷേ അന്ന് ഏറ്റവും കൂടുതൽ സർക്കുലേഷനുള്ള മാസികകളിലൊന്നാണ് ഞാൻ നടത്തിക്കൊണ്ടിരുന്ന മാസിക. പൈസയ്ക്കും ബുദ്ധിമുട്ടൊന്നുമില്ല. എന്തു പറഞ്ഞാൽ നിർത്തുന്നത്? ദൈവം സംസാരിച്ചെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാനൊരു എഡിറ്റോറിയൽ എഴുതി. 8 വർഷം മുമ്പ് കർത്താവിനോട് പറഞ്ഞ് മാസിക തുടങ്ങാൻ. മാസിക തുടങ്ങി, നടത്തി. ഇപ്പോൾ ദൈവം എന്നോട് പറയുന്നു മാസിക നിർത്താൻ. അതുകൊണ്ട് അടുത്ത ലക്കം മുതൽ മാസിക ഉണ്ടായിരിക്കുന്നതല്ല എന്ന എഡിറ്റോറിയൽ എഴുതി ഞാൻ നിർത്തി. എൻ്റെ മിനിസ്ട്രിയിൽ വേറൊരു തലത്തിലേക്ക് കർത്താവിന് കൊണ്ടുപോകണമായിരുന്നു, അതുകൊണ്ട് അതിനെ കർത്താവ് നിർത്തി. ഏൽപ്പിച്ച കാലം അത്രയും വിശ്വസ്തയോടെ അത് ചെയ്യാൻ കർത്താവ് സഹായിച്ചു. അപ്പോൾ കർത്താവ് അങ്ങനെയൊക്കെ, പരിശുദ്ധാത്മാവ് അങ്ങനെയൊക്കെ സംസാരിക്കും, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ വചനവിരുദ്ധമായ ഒരു കാര്യവും കർത്താവ് പഠിപ്പിക്കുകയില്ല, ആത്മാവ് നമ്മളോട് സംസാരിക്കുകയില്ല. ആത്മാവുമായുള്ള ഒരു സജീവ ബന്ധത്തിലേക്ക് നമ്മൾ വരണമെങ്കിൽ പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് ആത്മാവിനെ തന്നെ വെളിപ്പെടുത്തണം. ആത്മാവുമായുള്ള ഒരു സജീവ ബന്ധത്തിലേക്ക് വരണമെങ്കിൽ വ്യക്തി എന്ന നിലയിൽ പരിശുദ്ധാത്മാവിനെ നമ്മൾ അറിയണം, നമ്മൾ ആത്മാവിനോട് സംസാരിക്കണം. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് അറിയാൻ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ വായിച്ച് നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി പരിശുദ്ധാത്മാവിനെ നമ്മൾ വായനയ്ക്കപ്പുറത്ത്, ബുദ്ധിക്കപ്പുറത്ത് ആത്മാവിൽ അറിയണമെങ്കിൽ ദൈവാത്മാവ് അത് വെളിപ്പെടുത്തണം. അങ്ങനെ വെളിപ്പെടുത്തണമെങ്കിൽ തീർച്ചയായും നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ മതി. കാരണം പരിശുദ്ധാത്മാവ് നമ്മുടെ അടുത്തുണ്ട്. നമുക്ക് അത് വെളിപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
ആത്മാവ്, പരിശുദ്ധാത്മാവിനോട് തന്നെ പറയാം, പരിശുദ്ധാത്മാവെ, നിന്നെ കൂടുതൽ അറിയാൻ, അനുഭവിക്കുവാൻ നീ എന്നിൽ വന്ന് വാസം ചെയ്യുമെന്നാണല്ലോ നീ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ എന്നിൽ വന്ന് നീ വാസം ചെയ്യുവാൻ, ആ ഒരവസ്ഥയിലേക്ക് എന്നെ കൊണ്ടുവരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ബുദ്ധിപരമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ വേദപുസ്തകത്തിലുണ്ട്, ഒത്തിരി സ്റ്റഡീസുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് കാര്യമായ സ്റ്റഡീസ് ഒരു പരിധിവരെയൊക്കെ നടത്തിയിട്ടുമുണ്ട്. പക്ഷേ നമുക്ക് വ്യക്തി എന്ന നിലയിൽ പരിശുദ്ധാത്മാവുമായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് വന്നില്ലെങ്കിൽ ഈ പഠനങ്ങൾ കൊണ്ട് മാത്രം കാര്യം ഉണ്ടാകുന്നില്ല. ബുദ്ധിപരമായ ആൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ അറിയാം. പക്ഷേ ഹോളി സ്പിരിറ്റുമായിട്ടുള്ള ഒരു സംസർഗത്തിലേക്ക് വരണം. സംസർഗത്തിലേക്ക് വരണമെങ്കിൽ ആ സംസർഗം നടക്കുന്നത് ആത്മതലത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരണമെങ്കിൽ നമ്മുടെ ആത്മാവ് സജീവമായിരിക്കണം. ആത്മാവ് സജീവമാകുന്നത് എങ്ങനെയാണ്? വെൻ യു ആർ ബോൺ അഗെയിൻ, യു ആർ ബോൺ ഓഫ് ദ സ്പിരിറ്റ്. വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ല എങ്കിൽ, അപ്പോൾ ആത്മാവിനാലുള്ള ജനനം അത് വീണ്ടും ജനനത്തിലാണ് നടക്കുന്നത്. അങ്ങനെ നമ്മുടെ ആത്മാവ് സജീവമായാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് ഇറങ്ങി വന്ന് നമ്മിൽ വസിക്കുകയും നമ്മളെ വഴി നടത്തുകയും ചെയ്യുന്നത് നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാനായിട്ട് കഴിയും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവന് ദേഹവും ദേഹിയും മാത്രമല്ല ഉണ്ടായിരുന്നത്, ആത്മാവുണ്ടായിരുന്നു. ദേഹം, ദേഹി, ആത്മാവ്. ആ ആത്മാവിലാണ് ദൈവം സംസാരിച്ചത്. അങ്ങനെ ആത്മാവിൽ ദൈവം സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് അവൻ പാപം ചെയ്യുന്നത്. പാപം ചെയ്തപ്പോൾ അവൻ്റെ ആത്മാവ് മൃതമായി. അതാണ് അത് തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് പറഞ്ഞാൽ, ആത്മാവിൽ അവൻ മരിച്ചു. അവൻ്റെ ദേഹിയും ദേഹവും പിന്നെയും ഉണ്ട്. അവന് ബുദ്ധിയുണ്ട്, അവന് ചിന്താശക്തിയുണ്ട്, തീരുമാനമെടുക്കാനുള്ള ശക്തിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ദൈവവുമായിട്ടുള്ള അവൻ്റെ കമ്മ്യൂണിയൻ ഇല്ലാതെയായി തീർന്നു. ആ ആത്മാവിൻ്റെ സംസർഗത്തിലേക്ക് നമ്മൾ മടങ്ങി വരുമ്പോൾ ശരിക്കും പിന്നീട് കമ്മ്യൂണിയനും കമ്മ്യൂണിക്കേഷനും ഒരുപോലെ നടക്കും. സംസർഗവും നടക്കും, സംസാരവും നടക്കും. ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്ന ദൈവമാണ്. എന്ന് തന്നെയല്ല, ഈ ദൈവം പിന്നീട് നമ്മൾ കാണുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന, ജീവിതത്തെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലെ ആ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് ചില കാര്യങ്ങൾ മാത്രം പെട്ടെന്നൊന്ന് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കൂടുതൽ അതിനെക്കുറിച്ച് നമ്മൾ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അടുത്ത് എഴുതിയിരിക്കുന്നത്, ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടായി. പ്രവർത്തനനിരതനായ ഒരു ദൈവത്തെയാണ് നമ്മളിവിടെ കാണുന്നത്. പ്രവർത്തനനിരതനായ ഒരു ദൈവം. ഞാൻ പറഞ്ഞല്ലോ, ട്രിനിറ്റി മുഴുവൻ ഇവിടെ ഉണ്ട്.
ഒന്ന്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഇൻ ദ ബിഗിനിങ് ഗാഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത്. അപ്പോൾ ദൈവപ്രവൃത്തി, സൃഷ്ടി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ഞാൻ പറയാൻ വരുന്നത്, ദൈവം ഒരിക്കലും, വി ഹാവ് ആൻ ആക്റ്റീവ് ഗോഡ്. അത് നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കേണ്ട ഒരു കാര്യമാണ്. പ്രവർത്തന നിരതനായ ഒരു ദൈവമാണ് നമുക്കുള്ളത്. അവനൊരു വിഗ്രഹമല്ല, ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടിരുത്തേണ്ട ഒരാളല്ല. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം, നമ്മൾ പ്രവർത്തന നിരതനായ ഒരു ദൈവത്തിൻ്റെ പിന്നാലെയാണ് പോകുന്നത്. എപ്പോഴും പ്രവർത്തിക്കുന്നവനായ ഒരു ദൈവം. അല്ലാതൊരു ദൈവത്തിൻ്റെ പുറകെ പോയിട്ട് എന്തെടുക്കാനാണ്? ഈ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മൾ ആദ്യം കാണുന്നത് എന്താണ്? ഫസ്റ്റ് വി സീ, അവൻ എന്താണ്? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. സൃഷ്ടി അവൻ്റെ പ്രവൃത്തിയാണ്. രണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ ഭൂമി പാഴായി ശൂന്യമായി ഇരുന്നു. അത് ഞാൻ പറയാം. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ട്രിനിറ്റി ഇവിടെ നമുക്ക് കാണാം. ഒന്ന്, ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. രണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. പ്രവർത്തന നിരതനായ ആത്മാവ്. മൂന്ന്, വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. വചനം, ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് ട്രിനിറ്റി നമുക്ക് കാണാൻ പറ്റുമെന്ന് പറയാൻ കാര്യമാണ്. സർവശക്തനായ ദൈവം, ആ ദൈവം സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ ആത്മാവ്, ആ ആത്മാവ് നമ്മൾ കാണുന്നത് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു, മൂവിങ് ഓവർ. മൂന്നാമത്, വചനം ഇടപെടുകയാണ്. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടായി. ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്തിനാണ് ദൈവം സൃഷ്ടിച്ചത് എന്ന് ചിലപ്പോൾ ആളുകൾ ചോദിച്ചേക്കാം. ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു കളിയാണ് എന്നൊക്കെ ആയിരിക്കും മറ്റുള്ളവർ പറയുന്നത്. പക്ഷെ ദൈവത്തിന് സൃഷ്ടിക്കാതിരിക്കാൻ കഴിയില്ല. കാര്യം, തോമസ് അക്വിനാസ് പറഞ്ഞൊരു വാചകമുണ്ട്, ക്രിയേഷൻ ഈസ് ദ റേഡിയൻസ് ഓഫ് ഗാഡ്സ് ഗുഡ്നസ്. ദൈവത്തിൻ്റെ നന്മയുടെ പ്രകാശനമാണ് സൃഷ്ടി. കാര്യം, ദൈവം നന്മയായതുകൊണ്ട് നന്മ പുറത്തോട്ടൊഴുകുകയാണ്. അതാണ് സൃഷ്ടി. ദൈവം എപ്പോഴും സൃഷ്ടിക്കുന്നവനാണ്. അങ്ങനെ സൃഷ്ടിച്ച ദൈവം, അവിടെ എഴുതിയിരിക്കുന്നത് ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, പക്ഷെ ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു എന്ന് പറയുന്നു. എന്നാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് പാഴും ശൂന്യവുമായിട്ടുള്ള ഒന്നിനെ സൃഷ്ടിക്കാൻ പറ്റുമോ? അത് ശരിയായ ഒരു കാര്യമാണോ? അങ്ങനെ ദൈവം ചെയ്യുമോ? നമ്മൾ മനസ്സിലാക്കണം, ദൈവം സൃഷ്ടിച്ചത് പാഴായി ആണ് എന്നുള്ള ചിന്ത ശരിയായ ഒരു ചിന്തയല്ല. അവിടെ ആ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ആദ്യം അങ്ങനെ തോന്നാം. പക്ഷേ യെശയ്യാവിൻ്റെ പ്രവചനം 45-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, ആകാശത്തെ സൃഷ്ടിച്ച യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, അവൻ തന്നെ ദൈവം, അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി, അവൻ അതിനെ ഉറപ്പിച്ചു. വ്യർത്ഥമായിട്ടല്ല അവൻ അതിനെ സൃഷ്ടിച്ചത്, പാർപ്പിനത്രേ അതിനെ നിർമ്മിച്ചത്. എന്താ അവിടെ കാണുന്നത്? ദൈവം സൃഷ്ടിച്ചത് വ്യർത്ഥമായിട്ടല്ല. ഇറ്റ് ഈസ് നോട്ട് വോയിഡ്, ഇറ്റ് ഈസ് നോട്ട് എ വേസ്റ്റ്. ഹി ക്രിയേറ്റഡ് ഇറ്റ് നോട്ട് ആസ് എ വേസ്റ്റ്.
He formed it to be inhabited. അവൻ ദൈവം സൃഷ്ടിച്ചപ്പോൾ ഇത് പാഴായിരുന്നു എന്ന് പറയുന്നതിനേക്കാൾ, ദൈവം സൃഷ്ടിച്ചപ്പോൾ അത് പാഴായിരുന്നില്ല, പക്ഷേ അത് പിന്നീട് പാഴായിത്തീർന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായ കാര്യം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. പാഴായിട്ടല്ല അവൻ അതിനെ സൃഷ്ടിച്ചത്. അവൻ പാഴായിട്ടല്ല സൃഷ്ടിച്ചത്. കാര്യം വ്യർത്ഥമായിട്ടല്ല അവൻ അതിനെ സൃഷ്ടിച്ചതെന്ന് യെശയ്യാപ്രവചനത്തിൽ പറയുന്നുണ്ട്. പിന്നെ എന്താണ് സംഭവിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടിരുന്നത് ഭൂമി പാഴും ശൂന്യവും ആയിത്തീർന്നു എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ കറക്റ്റ്. ഭൂമി പാഴും ശൂന്യവും ആയിത്തീർന്നു. അതിൻ്റെ കാരണം എന്താണ്? ആഴത്തിന്മീതെ ഇരുൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആളുകൾ ചോദിക്കും, ഇരുളിനെ ആരാ ഉണ്ടാക്കിയത്? ദൈവമല്ലേ ഇരുട്ടുണ്ടാക്കിയത്. ഞാൻ അന്ധകാരത്തെ സൃഷ്ടിക്കുന്നു, പ്രകാശത്തെയും ഉണ്ടാക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ അന്ധകാരം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന അന്ധകാരത്തെ കുറിച്ചല്ല. അവിടെ പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേദപുസ്തകത്തിൽ പല അർത്ഥത്തിൽ അത് ഉപയോഗിക്കുന്നുണ്ടല്ലോ. അവിടെ പറയുന്നത് മറ്റൊന്നുമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ നന്മയുടെ അവസ്ഥകളും പ്രതിസന്ധികളുടെ അവസ്ഥകളും ഞാൻ തന്നെയാണ് കൊണ്ടുവന്നത് എന്ന അർത്ഥത്തിലാണ് അവിടെ ഉപയോഗിക്കുന്നത്. കാരണം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ വരുമ്പോൾ അതെല്ലാം സാത്താൻ കൊണ്ടുവന്നതാണെന്ന് പൊതുവെ മനുഷ്യനങ്ങനെ ചിന്തിക്കും. അതൊരു പ്രധാനപ്പെട്ട ഒരു വലിയൊരു പ്രശ്നമാണ്. അത് പറയാനൊക്കെ ചില പ്രവാചകന്മാരും ഉണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ അത് കൊണ്ടുവന്നതെല്ലാം പിശാചാണ് കൊണ്ടുവന്നത് എന്ന് പറയുന്ന ആളുകളുമുണ്ട്. അതെല്ലാം കേട്ട് നമ്മൾ പിന്നെ അവർ പറയുന്നതൊക്കെ കേട്ട് അതിൻ്റെ പുറകെ പോകുന്ന ആളുകൾ. നമ്മളങ്ങനെ പോകത്തില്ല, പോകരുത്. നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവം ഒരിക്കലും തിന്മയായിട്ട് അതിനെ സൃഷ്ടിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല. ഞാൻ പറഞ്ഞല്ലോ, മറ്റേത് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ നന്മയില്ലാത്ത അല്ലെങ്കിൽ നന്മയല്ലാത്തതായ ഒരു അംശം എന്ന നിലയിലാണ് പലപ്പോഴും നമ്മളതിനെ കാണുന്നത്. എന്നാൽ അങ്ങനെയല്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ കാര്യം. അവിടെ ഉപയോഗിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ കാര്യങ്ങളാണ് അവിടെ പറയുന്നതെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അത് ദൈവം കൊണ്ടുവരുന്നതാണെന്ന് നമ്മൾ പലപ്പോഴും അത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് നമ്മൾ പറയും ഇത് പിശാച് കൊണ്ടുവന്നതാണ് എന്ന് ചിലപ്പോൾ പറയുന്നത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല കാര്യങ്ങൾ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നതായ കാര്യം. ആമോസിൻ്റെ പ്രവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ച തുള്ളനും വെട്ടുക്കിളിയും തിന്ന ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ച. അവൻ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ പ്രതിസന്ധികൾ കൊണ്ടുവരുന്നതും ദൈവമാണ് എന്നുള്ള ഒരർത്ഥത്തിലാണ് അവിടെ ഉപയോഗിക്കുന്നത്. എന്തിനാണ് കൊണ്ടുവരുന്നത്? നിങ്ങൾക്കൊരു മാനസാന്തരം ഉണ്ടാകുമെന്ന് വെച്ചാണ് ഞാൻ തുള്ളനെയും വെട്ടുകിളിയും ഒക്കെ നിങ്ങളുടെ ഇടയിലേക്ക് അയച്ചതെന്നാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ ഇരുൾ എന്ന് പറയുന്നത്, ഹൂ ക്രിയേറ്റഡ് ഡാർക്ക്നെസ് എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും ആളുകൾ ചോദിക്കുമല്ലോ. ഒരു കാര്യം ഞാൻ പറയാം, ഈ ഇരുൾ എന്ന് പറയുന്നത് സൃഷ്ടിക്കേണ്ട ഒരു കാര്യം പോലും ഇല്ല. കാര്യം എന്താണ് ഇരുള്? വെളിച്ചത്തിൻ്റെ അഭാവമാണ് ഇരുൾ എന്ന് പറയുന്നത്, അല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നമ്മളിരിക്കുന്ന സ്ഥലത്തേക്ക്
ഇപ്പോൾ ഇപ്പോൾ വെളിച്ചമുണ്ട്. ഇപ്പോൾ രാത്രി നമ്മൾ ഇരിക്കുകയാണെന്ന് വെച്ചു, ലൈറ്റൊക്കെ ഇട്ടിരിക്കുക. അപ്പോൾ നമ്മൾ പറയുകയാണ് എനിക്കിവിടെ ഇരുൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ, ഇരുട്ട് കൊണ്ടുവരുന്ന ബൾബൊന്നും നമുക്കില്ലല്ലോ. ഇരുട്ട് കൊണ്ടുവരണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി, എന്തുവാ? വെളിച്ചം അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്താൽ മതി. വെളിച്ചത്തിൻ്റെ അഭാവമാണ് ഇരുൾ, അതിനെ സൃഷ്ടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ദൈവം ഇരുളിനെ സൃഷ്ടിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ദൈവം സൃഷ്ടിച്ചത് വെളിച്ചത്തെയാണ്. ഇവിടെ ഇരുട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, ഇരുണ്ട ഈ ഭൂമിയെ ദൈവം ഉപേക്ഷിക്കുന്നതല്ല നമ്മൾ കാണുന്നത്. ദൈവത്തിന് വേണമെങ്കിൽ ഒറ്റ വാക്കുകൊണ്ട് മറ്റൊരു ഭൂമിയെ വിളിച്ചു വരുത്താം. പക്ഷെ ദൈവത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവത്തെക്കുറിച്ചുള്ള റെവലേഷനാണ്. ഇത് മുഴുവൻ വായിക്കുമ്പോഴെല്ലാം അതാണ് നമ്മൾ കാണുന്നത്, ദൈവത്തെക്കുറിച്ചുള്ള റെവലേഷനാണ്. ഒന്നാമത്തെ റെവലേഷൻ, ഹീ ഈസ് എ ക്രിയേറ്റർ ഗോഡ്. ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, സൃഷ്ടാവായ ദൈവം. എന്നാൽ രണ്ടാമത്തെ കാര്യം, അവർ ഗാഡ് ഈസ് എ ഗോഡ് ഹു നെവർ അബാൻഡൻ. ഭൂമി അവൻ വിട്ടുകളയുന്നില്ല. ഇരുള് വന്നു. ഇരുള് വന്നതിൻ്റെ കാരണം, അല്ലെങ്കിൽ ഇരുള് വന്നപ്പോൾ നാച്ചുറലി ഭൂമി പാഴും ശൂന്യവുമായി തീർന്നു. എന്നാൽ പിന്നെ കളഞ്ഞേക്കാം എന്ന് കർത്താവ് ചിന്തിച്ചില്ല. ഞാനിത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മളെ ഉപേക്ഷിക്കുന്നൊരു ദൈവമല്ല. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അതാണ് നമ്മളിവിടെ കാണുന്നത്. അതായത് ഗോഡ് സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ആൻഡ് ഇറ്റ് വാസ് മൂവിങ് ഓവർ ദ ഡാർക്ക്നെസ്. വെള്ളത്തിന്മീതെ എന്നാണ് എഴുതിയിരിക്കുന്നത്. കാര്യം ആഴത്തിന്മീതെയാണ് ഇരുളുണ്ടായിരുന്നത്. ആഴത്തിന്മീതെ ഇരുളുണ്ടായെങ്കിൽ ആ ഇരുളിൻ അതിൻ്റെ മീതെ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിക്കുകയാണ്. ഞാനിന്ന് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു വലിയ സന്ദേശം നമുക്ക് നൽകുന്നുണ്ട്. വാട്ട് ഈസ് ദ വർക്ക് ഓഫ് ദ ഹോളി സ്പിരിറ്റ്? നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഇരുളിൻ്റെ അംശങ്ങൾ ഉണ്ടായേക്കാം, പ്രതിസന്ധികൾ ഉണ്ടായേക്കാം, നമ്മൾ തകർന്നു പോയ ഒരു സാഹചര്യം ഉണ്ടായേക്കാം. പക്ഷേ നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത, അവൻ നമ്മളെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല, അബാൻഡൻ ചെയ്യുന്ന ദൈവമല്ല. ദൈവത്തിൻ്റെ ആത്മാവ് എവിടെ ഇരുളുണ്ടായിരുന്നോ അതിന്മീതെ പരിവർത്തിച്ചു. ദൈവത്തിൻ്റെ പ്രവൃത്തി അതാണ്. ഇന്നെൻ്റെ വാക്കുകളെ കേൾക്കുന്ന ആരെങ്കിലും പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം എന്നെ ഉപേക്ഷിച്ചു എന്ന് ചിന്തിക്കുന്നെങ്കിൽ, ഇല്ല, ദൈവം നിങ്ങളെ ഉപേക്ഷിച്ച് കളയില്ല. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇരുട്ടിൻ്റെ സാഹചര്യങ്ങളിൽ, പ്രതിസന്ധിയുടെ സാഹചര്യങ്ങളിൽ ഉപേക്ഷിക്കാതെ നിങ്ങളുടെ മേൽ പരിവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പല പ്രവൃത്തികളെക്കുറിച്ച് ന്യൂ ടെസ്റ്റമെൻറ്റ് നമ്മൾ കണ്ടു. എന്നാൽ വേദപുസ്തകത്തിൻ്റെ തന്നെ ആദ്യ ഭാഗത്ത് നമ്മൾ കാണുന്നത് മറ്റൊന്നുമല്ല. നമ്മൾ കാണുന്നത് തകർന്നുപോയ ഭൂമിയെ, പാഴും ശൂന്യവുമായ ഭൂമിയെ, അതിനെ മാറ്റിപ്പണിയുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തി. അത് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മൾ അനുഭവിക്കണം. ആരെങ്കിലും സംശയിക്കുന്നെങ്കിൽ ഞാൻ പറയട്ടെ, ഇല്ല, ദൈവം നമ്മളെ തള്ളിക്കളയില്ല. നമ്മുടെ മേൽ പരിവർത്തനം ചെയ്യുന്ന ഒരു ആത്മാവ്. കർത്താവ് കൽപ്പനകൾ അനുസരിക്കാൻ നമ്മളെ സഹായിക്കും, അതൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ അത് മാത്രമല്ലല്ലോ. എന്തെല്ലാം പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരുന്നു.
പക്ഷെ അങ്ങനെ കടന്നു പോകേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലും നമ്മളെ തകർത്ത് കളയുന്ന ഒരു ദൈവമല്ല. മറ്റുള്ളവരൊക്കെ ചിലപ്പോൾ പറഞ്ഞു തന്നിരിക്കും, പോട്ടെ, അവൻ പാഴാ, ഈസ് വോയിഡ്, ഈസ് ഷേപ്പ്ലെസ്, ലെറ്റ് us abandon him. നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളെ ഉപേക്ഷിച്ചെന്നിരിക്കും, ചിലപ്പോൾ വീട്ടുകാർ നിങ്ങളെ ഉപേക്ഷിച്ചെന്നിരിക്കും, നിങ്ങളുടെ കൂട്ടാളി നിങ്ങളെ ഉപേക്ഷിച്ചെന്നിരിക്കും. പക്ഷേ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. അവൻ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ മാറ്റിമറിക്കുന്ന, ഈസ് ബ്രൂഡിങ് ഓവർ എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ബ്രൂഡിങ് ഓവർ, പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഒരു മുട്ടയുടെ മുകളിൽ കോഴി അടയിരിക്കുമ്പോൾ പറയുന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ബ്രൂഡിങ് ഓവർ എന്ന് പറയുന്നത്. ദൈവം നമ്മുടെ മേൽ പരിവർത്തനം ചെയ്യുന്ന ദൈവമാണ്. പക്ഷെ നമ്മൾ അതിൻ്റെ കീഴിലിരിക്കണം. ഞായറാഴ്ച വന്നിരുന്നാൽ പറ്റത്തില്ല. കോഴിയുടെ കീഴിൽ മുട്ട നിരന്തരമായി ഇരിക്കുന്നത് പോലെ ആ ദൈവ സംസർഗത്തിൽ നമ്മൾ നിരന്തരമായി ഇരുന്നാൽ സൃഷ്ടി നടക്കും. ദൈവം പറഞ്ഞു വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. കാര്യം എന്തായിരുന്നു പ്രശ്നം ഇരുളായിരുന്നു. ഇല്ലേ, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിനറിയാം അതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് തീർച്ചയായും വെളിച്ചം തന്നെയാണ്. അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവം വെളിച്ചമാണ്. ഇവിടെ ആ ദൈവത്തിൻ്റെ വെളിച്ചത്തെ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് ഇരുളുണ്ടാകുന്നത്. എന്നാൽ ആ ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ കീഴിലേക്ക് നമ്മൾ വന്നിരുന്നാൽ വീണ്ടും നമ്മിലേക്ക് വെളിച്ചം വരുന്ന ഒരു അവസ്ഥ, അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദൈവാത്മാവ് പ്രവർത്തിക്കുകയാണ്, പരിവർത്തിക്കുക. ഇല്ലേ, വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ഇരുട്ടിൻ്റെ കാരണം നമ്മൾ കണ്ടു, വെളിച്ചമില്ലായ്മയാണ്. അതിനുള്ള മറുപടി എന്താണ്? അതിനുള്ള മറുപടി എന്ന് പറയുന്നത് വെളിച്ചം വരിക എന്നുള്ളതാണ്. ആ വെളിച്ചത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണം. അതാണ് യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് 9-ാമത്തെ വാക്യത്തിൽ ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ പാഴായ ഭൂമിയുടെ മേൽ വന്ന വെളിച്ചത്തെക്കുറിച്ച് സംസാരിക്കുന്നുവെങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തനം ചെയ്ത് വെളിച്ചം കൊണ്ടുവന്നതാണ് പഴയ നിയമത്തിലെ സ്റ്റോറി എങ്കിൽ പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത് ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് യേശു കടന്നു വരുമ്പോൾ നമ്മളെ പ്രകാശിപ്പിക്കുന്ന വെളിച്ചമാണവൻ, പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം. ദൈവം വെളിച്ചമാണ്, യേശു വെളിച്ചമാണ്. പക്ഷേ ആ യേശു നമ്മളെയും പ്രകാശിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവൃത്തിയായിട്ട് തന്നെ നമുക്കിതിനെ കണക്കാക്കുന്നതിൽ കുഴപ്പമില്ല. ഇരുളിൽ കിടക്കുന്ന മനുഷ്യനെ നമ്മുടെ ജീവിതത്തിലെ ഇരുട്ട് മാറ്റി വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ ജോലി. പഴയ നിയമത്തിൽ ആത്മാവ് ഇരുളിൻ്റെ മേൽ പരിവർത്തനം ചെയ്തു. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, വെള്ളത്തിന്മീതെ പരിവർത്തനം ചെയ്തു. അങ്ങനെ വെള്ളത്തിന്മീതെ പരിവർത്തനം ചെയ്ത ആ
ദൈവാത്മാവിൻ്റെ പ്രവൃത്തി നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്നത് ഇരുട്ടിൽ കിടക്കുന്ന നമ്മെ, ഇരുളായിരുന്ന നമ്മെ സത്യവെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നതായ ഒരു അവസ്ഥയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ കാര്യം. അങ്ങനെ വെളിച്ചം വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ സൃഷ്ടിയെല്ലാം നടക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. പിന്നെ സൃഷ്ടികൾ ഓരോന്നോരോന്നോരോന്നോരോന്ന് നടക്കുകയാണ്. ഇതുപോലെ ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായ യേശു നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പിന്നെ സൃഷ്ടി നടക്കുകയാണ്. തകർന്നു കിടക്കുന്നതിനെയൊക്കെ പുതുക്കിപ്പണിയുകയാണ് അവൻ. ഇന്ന് എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ്. ഈ സത്യവെളിച്ചം നമ്മളെ പ്രകാശിപ്പിക്കുന്ന, നമുക്ക് പുതുജീവൻ തരുന്ന, അതാണ് ദൈവാത്മാവിൻ്റെ പ്രവൃത്തിയാണത്. പക്ഷെ ഒറ്റ കാര്യമേ ഉള്ളൂ, ഭൂമി അടയിരിക്കുന്ന കോഴിയുടെ കീഴിൽ മുട്ട തന്നെ തന്നെ സൂക്ഷിക്കുന്നത് പോലെ ഈ ദൈവത്തിൻ്റെ ആത്മാവിന് കീഴെ നമ്മൾ ഒതുങ്ങിയിരുന്ന് ആത്മാവിൽ നിന്ന് ജീവൻ അനുഭവിച്ചുകൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് ഇതൊരു നിരന്തര അനുഭവമാണ് എന്ന് ഞാൻ പറയാൻ കാര്യം. നിരന്തരമായിട്ട്, ഇടയ്ക്കിടയ്ക്ക് കയറിയിരിക്കുകയല്ല. സൺഡേ ക്രിസ്ത്യൻസ് അല്ല, ഫ്രൈഡേ ക്രിസ്ത്യൻസ് അല്ല, വല്ലപ്പോഴും മാത്രം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കീഴിലേക്ക് പോവുകയല്ല. നമ്മുടെ മേൽ പൊരുന്നയിരിക്കുന്ന ആത്മാവിൻ്റെ കീഴെ നമ്മളെ 24/7 നമ്മൾ സൂക്ഷിക്കണം. എന്തിനാ ആത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്? നമ്മോട് കൂടെ ഇരിക്കാനും നമ്മുടെ ഉള്ളിലിരിക്കാനുമാണ്. ഈ ആത്മാവിനെ നമ്മൾ നിരന്തരമായിട്ട് തിരിച്ചറിയുന്നുണ്ടോ? അവൻ്റെ കീഴിൽ അടയിരിക്കുന്നത് പോലെ ഈ ആത്മാവിൻ്റെ കീഴിൽ ഓരോ നിമിഷവും അവൻ്റെ ശബ്ദം കേട്ട് അവനിൽ നിന്ന് ജീവൻ പ്രാപിച്ച്, പ്രിയമുള്ളവരെ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ ഇരുന്നാൽ സൃഷ്ടി നടക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സൃഷ്ടി നടക്കും. നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങളെല്ലാം മാറും, ഇരുളെല്ലാം മാറും, ഇരുട്ടിൻ്റെ അവസ്ഥകളൊക്കെ മാറിയിട്ട് നമ്മിൽ ദൈവാത്മാവ് പ്രവർത്തിച്ച് ഒരു പുതിയ ജീവിതത്തിലേക്ക് നമ്മൾ വരുന്നത് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഒരവസ്ഥ. നമ്മൾ 104-ാം സങ്കീർത്തനം 30-ാം വാക്യത്തിൽ നീ നിന്റെ ശ്വാസം അയക്കുമ്പോൾ, അവിടെ ശ്വാസം എന്ന വാക്ക് എഴുതിയിരിക്കുക, thou sendest forth thy spirit, നിന്റെ ആത്മാവിനെ അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു, നീ ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നു. എപ്പോഴാണ് നമ്മിൽ പാഴും ശൂന്യവുമായി കിടക്കുന്ന നമ്മിൽ സൃഷ്ടി നടക്കുന്നത്? അവൻ തൻ്റെ ആത്മാവിനെ അയക്കുമ്പോൾ. നിന്റെ ശ്വാസം അയക്കുമ്പോൾ എന്നാണ് മലയാളത്തിൽ 104-ാം സങ്കീർത്തനം 30-ാം വാക്യം. നീ നിന്റെ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. എന്നാൽ ശ്വാസം എന്നുള്ളത് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നിന്റെ ആത്മാവിനെ അയക്കുമ്പോൾ. ദൈവം അത് ചെയ്യുന്നു. ദൈവം തൻ്റെ ആത്മാവിനെ നമ്മുടെ മേൽ അയക്കുന്നു. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ കീഴിൽ അടയിരിക്കുന്നത് പോലെ, അടയിരിക്കുന്ന കോഴിയുടെ കീഴിൽ അതിൻ്റെ ചൂടേറ്റ് അതുമായുള്ള സംസർഗത്തിൽ കഴിയുന്നത് പോലെ. നേരത്തെ നമുക്കിതിന് കഴിയുമായിരുന്നില്ല. ദൈവാത്മാവുമായി നമുക്ക് സംബന്ധം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ആത്മാവ് സജീവമാകണമെന്ന് ഞാൻ പറഞ്ഞു. യെസ്, വീണ്ടും ജനനത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ ആത്മാവ് സജീവമാവുകയാണ്. നമ്മൾ ലോകത്തിന് മരിച്ചവരാണ്. ആത്മാവിൽ മരിച്ചിരുന്നവരായ നമ്മെയും അവൻ തന്നോടുകൂടെ ഉയിർപ്പിച്ചു. ഇപ്പം നമുക്ക് ജീവനുണ്ട്. ആ മരണത്തിൽ നിന്ന് നമ്മളെ ജീവനിലേക്ക് കടത്തുന്നത്, ആദം പാപം ചെയ്തപ്പോൾ
അവൻ ദൈവത്തിന് മരിച്ചവനായി. എന്നാൽ യേശു കർത്താവ് കാൽവറി ക്രൂശിൽ മരിച്ച് നമ്മിലേക്ക് ജീവൻ പകർന്നപ്പോൾ നമ്മൾ ദൈവത്തിന് ജീവിക്കുന്നവരായി. അങ്ങനെ ദൈവത്തിന് ജീവിക്കാൻ തീരുമാനമെടുത്താൽ അവൻ്റെ കീഴിൽ നമ്മൾ ഒതുങ്ങിയിരിക്കുക. അപ്പോൾ എന്ത് ചെയ്യുന്നു? ദൈവം അവൻ്റെ സ്പിരിറ്റിനെ അയക്കുന്ന, നീ നിൻ്റെ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. നമ്മുടെ ജീവിതത്തിൽ തകർന്നതിനെയെല്ലാം പുതുക്കി പണിയുന്ന, ഒരിക്കൽ പാപത്തിന് അധീനരായിരുന്ന, പാപത്തിൽ മരിച്ചവരായിരുന്ന നമ്മെ ആ പാപത്തിൻ്റെ അവസ്ഥകളിൽ നിന്നൊക്കെയും വിടുതൽ നൽകി കർത്താവ് എന്ത് ചെയ്യുന്നു? ഒരു പുതിയ ജീവനെ നമുക്ക് നൽകുകയാണ്. നമ്മിൽ സൃഷ്ടി നടക്കുകയാണ്. ആത്മാവിൽ നമ്മൾ പുതുക്കി പണിയപ്പെടുകയാണ്. ഇതൊരു നിരന്തര അനുഭവമാക്കണം. ഏതെങ്കിലും ഒരു യോഗത്തിന് പോയിരുന്ന് കൈകൊട്ടി പാടിക്കോ, എനിക്ക് പാട്ടൊക്കെ ഇഷ്ടമാണ്, അതിനൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മിൽ ജീവൻ പകരപ്പെടണമെങ്കിൽ, ദൈവത്തിൻ്റെ പ്രകാശം നമ്മുടെ മേൽ വരണമെങ്കിൽ, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരുന്നു. നമ്മളെ പ്രകാശിപ്പിക്കുന്ന വെളിച്ചത്തിൻ്റെ കീഴിൽ അതിന് നമുക്ക് ആവശ്യമായിരിക്കുന്നത് അവൻ്റെ ശ്വാസം നമ്മുടെ മേൽ അയക്കുമ്പോൾ, അവൻ്റെ സ്പിരിറ്റിനെ, ഞാൻ പറഞ്ഞല്ലോ ശ്വാസം എന്നുള്ള വാക്ക് അവിടെ കൃത്യമായിട്ട് KJV-ലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്, thou sendest forth thy spirit, they are created, and thou renewed the face of the ground. എൻ്റെ ആത്മാവിനെ അയക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഈ ആത്മാവിൻ്റെ കീഴിലൊന്ന്, ഒരു കോഴിയുടെ കീഴിൽ മുട്ടയിരിക്കുന്നത് പോലെ ഒന്നിരുന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് സംസാരിക്കും. കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും, കമ്മ്യൂണിയൻ ഉണ്ടാകും. രണ്ടും വേണം. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി. ആത്മാവ് നമ്മളെ ജീവിപ്പിക്കുന്നു. ആത്മാവ് നമ്മളുമായി സംസർഗത്തിലേർപ്പെടുന്നു, കമ്മ്യൂണിയനിലേക്ക് കയറുന്നു. ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നു. ആത്മാവ് നമ്മളിൽ സൃഷ്ടി നടത്തുന്നു. ക്രിസ്തീയ ജീവിതത്തിലെല്ലാം ഒരു പരിധി വരെ പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾ ദ വർക്ക് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അതുകൊണ്ട് നമ്മൾ ആത്മാവിനോടങ്ങ് ചേർന്ന് നിൽക്കണം. എപ്പോഴും ഈ ആത്മാവിനെ അറിയണം, അനുഭവിക്കണം. ഇന്ന് പകലിൽ എനിക്ക് പറയാനുള്ള കാര്യം ഇതാ, പ്രിയമുള്ളവരെ, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. നമ്മളെ പ്രകാശിപ്പിക്കുന്ന ഈ സത്യവെളിച്ചം പാഴായ ഭൂമിയിൽ വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തനം ചെയ്ത് വെളിച്ചം പകർന്നെങ്കിൽ, പാഴായ നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവത്തിൻ്റെ ആത്മാവ് വെളിച്ചം പകരും. വെളിച്ചം വന്നാൽ പിന്നെ സൃഷ്ടി നടക്കുകയാണ്. നമ്മുടെ ആത്മീയ തകർച്ചകൾ മാറി. നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലെന്നല്ല ഞാൻ പറയുന്നത്, എന്ത് പ്രശ്നം ഉണ്ടായിക്കോട്ടെ. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവിന് കീഴ്പ്പെട്ട് ദൈവത്തിൻ്റെ ആത്മാവിന് വസിക്കുവാൻ നമ്മൾ ഇടം കൊടുക്കുന്നെങ്കിൽ ഒരു പുത്തൻ അനുഭവം കർത്താവ് നമുക്ക് നൽകും. പക്ഷെ അതിന് നമ്മൾ അവൻ്റെ കീഴിൽ, മുട്ടക്കോഴിയുടെ കീഴിൽ അടയിരിക്കുന്നത് പോലെ നമ്മൾ ഇരുന്ന് അവൻ്റെ ശബ്ദം കേൾക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ആത്മാവിൽ സംസാരിക്കണം. വചനത്തിലൂടെ അവൻ സംസാരിക്കും. ആ വചനത്തിൽ തന്നെ നമുക്ക് അറിയാൻ വയ്യാത്തതിനെ നമുക്ക് ഉപദേശിച്ചു തരും. ഓരോ നിമിഷങ്ങളിലും യേശുവിൻ്റെ വാക്കുകൾ നമ്മളെ ഓർമ്മിപ്പിക്കും. അങ്ങനെ ഒരു വിശുദ്ധ ജീവിതം ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.